ആദ്യമായി ഞാൻ ഈശോയോടും മാതാവിനോടും കോടാനകോടി നന്ദി പറയുന്നു. പിന്നെ മാതാവിനോട് സാക്ഷ്യം പറയാൻ താമസിച്ചതിലും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് അനിത സാബു. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 31 എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 10 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിൽ നിന്ന് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഇതിൽ ഞാൻ ലാസ്റ്റത്തെ വാടക വീട്ടിൽ നിന്ന് മാറുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി ഞാനൊരു വീട് മാറുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്വന്തം വീട്ടിലോട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ വാടക വീട്ടിലോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ മാർച്ച് മാസത്തിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആയിരുന്നു. ഉടമ്പടി ആയിക്കഴിഞ്ഞ് ഞാൻ ജൂൺ 30 എൻ്റെ ഉടമ്പടി തീർന്നു. ജൂലൈ തന്നെ എനിക്ക് വീട് മേടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കസിൻ തന്നെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ടും കൃപാസനത്തിലേക്ക് പോരുന്ന വഴിയായിരുന്നു. ആ പകുതിയിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് വീടും സ്ഥലവും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോയി. അവിടെ ചെന്ന് ഞങ്ങൾ വീടും സ്ഥലവും എല്ലാം നോക്കി. സ്ഥലവും വീടും 8.5 സെൻറ്റുള്ള സ്ഥലവും വീടും കൂടിയാണ് 10 ലക്ഷം രൂപയായി. സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഞങ്ങൾ അത് എഴുതുകയും നവംബർ മാസത്തിൽ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറുകയും ചെയ്തു. അതിൽ എനിക്ക് എൻ്റെ മേടിച്ച് തന്ന കസിന് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെയുണ്ട്. പേര് എടുത്തരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ്റെ പേര് പറയുന്നില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിൽ എനിക്ക് ഏറ്റവും സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ലൊരു വീടും 8.5 സെൻറ്റ് സ്ഥലവും ആണ് എനിക്ക് തന്നത് മാതാവ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല മാർക്കോട് കൂടി ജയിക്കണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ. പക്ഷേ എൻ്റെ കൊച്ചിന് 7 A+ കൂടി എൻ്റെ കൊച്ചിന് ജയിക്കാൻ പറ്റി. അത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം അത് ഓർക്കുന്നില്ല. എന്നാലും ഉടമ്പടി വയ്ക്കാത്ത ഒരു കാര്യമുണ്ട്. +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ അന്ന് എൻ്റെ കൊച്ചൊക്കെ +1 കയറിയപ്പോൾ പുതിയൊരു നിയമം വന്നു. EWSൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. EWSൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടെങ്കിലാണ് നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ +1. അത് ഒരാഴ്ച കൊണ്ട് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് നമുക്കറിയത്തില്ലാത്ത അത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് സ്ഥലവും വീടും ഒന്നും ഇല്ലെന്ന് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വില്ലേജ് ഓഫീസിൽ ചെന്ന് അതും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചുകൊണ്ട് ചെന്ന് നമ്മുടെ വില്ലേജിൽ കൊടുത്ത് അവിടുന്ന് വില്ലേജ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് തന്ന് സ്കൂളിൽ കൊടുത്താലേ എൻ്റെ കൊച്ചിന് +1 അഡ്മിഷൻ കിട്ടുള്ളൂ. അതും ജൂലൈ 13 ഇവൾക്ക് അലോട്ട്മെൻറ്റ് വരും. അതിന് മുമ്പ് നമ്മൾ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ കാശുരൂപവും കൈ പിടിച്ചുകൊണ്ട് ഞാനും ആദ്യം പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ്. അതായത് എരുമേലിക്ക്. അവിടെ ചെന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസറെ കണ്ടു. വില്ലേജ് ഓഫീസറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഈ കാശുരൂപം മുറുകി പിടിച്ചുകൊണ്ടും സംസാരിച്ചു. ഒന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ എൻ്റെ നാട്ടിൽ പോകാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ നാട്ടിൽ പോയി, പോത്തനേക്കാട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും വില്ലേജ് ഓഫീസർ ആദ്യമൊക്കെ ഇച്ചിരി മടി കാണിച്ചെങ്കിലും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം എല്ലാം ചൊല്ലി. അന്നേരം ആ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, പുറത്തിരിക്കുക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, വില്ലേജ് ഓഫീസർ അതും എഴുതി തന്നു. എൻ്റെ കൊച്ചിന് ജൂലൈ 13 മുമ്പായിട്ട് എൻ്റെ കൊച്ചിനെ അവിടെ കൊടുത്തു. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പേര് ഫസ്റ്റ് തന്നെ വരികയും ചെയ്തു. അതാണ് അത് നിയോഗം വയ്ക്കാത്ത ഒരു സാക്ഷിയാണ്. പിന്നെ എനിക്ക് ഒരു PCOD എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് പീരിയഡ്സ് വരുമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും
തൈലവും വയറേൽ തേക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരിക്കലും പിന്നെ ആ തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ ഇന്നേ വരെ കഴിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. 120 ഗുളിക മേടിച്ച് ആ 120 ഗുളിക എടുത്ത് ഞാൻ പള്ളയിൽ കളയുകയും ചെയ്തേ. അതിൻ്റെ പിന്നെ കറക്റ്റായിട്ട് എനിക്ക് പീരിയഡ്സ് വരികയും ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡുകളിൽ ഇറങ്ങി ഓട്ടോറിക്ഷക്കാർക്കും പള്ളിയിൽ കൊടുക്കില്ല, പള്ളീൻ്റെ പുറത്ത് നിന്നിട്ട് വന്നവരുടെ കയ്യിൽ പറഞ്ഞ് എൻ്റെ അനുഭവം പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു വീട് കിട്ടി എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കാരുണ്യപ്രവർത്തിയും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ചോറ് പൊതി കെട്ടിക്കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലീഡറുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ പൈസ കൊടുക്കും. പൈസ കൊടുത്തിട്ട് അവൾ തന്നെ അത് ആർക്കെങ്കിലും ഒന്നിച്ച് പോകുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോകും. അല്ലെങ്കിൽ 2-3 പേര് കൂടി എവിടെയാണോ പോണേ അവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കും. അല്ലാതെ ഞങ്ങൾ ചോറ് പൊതി കെട്ടി ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ വഴിയരികിൽ ഇരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കൊടുക്കും. പിന്നെ അവരന്നേരം ചോദിക്കും പൈസയുണ്ടോ മോളേന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ കയ്യിലുള്ളതുപോലെ അങ്ങനെ കൊടുത്ത് അതാണ് എൻ്റെ കാരുണ്യപ്രവർത്തി. ആത്മീയമായിട്ട് വളരുന്നു പറഞ്ഞാൽ എല്ലാ ദിവസവും കൊന്ത ചൊല്ലും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകാൻ ശ്രമിക്കും. പിന്നെ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് ഒരുപാട് ദേഷ്യത്തിൽ നിന്നൊക്കെ ഇത് വന്നിട്ടുണ്ട്, എടുത്തുചാട്ടത്തിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരെയായിട്ട് സ്നേഹിക്കാനും എല്ലാവരോടും നന്നായിട്ടിന് പെരുമാറാനും ഒക്കെയുള്ള ഒരു ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം. ഒരുപാട് ഇതുണ്ട്, നമുക്കെല്ലാം പറയാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. 127 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അനിത ബാബു എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 10 വർഷമായിട്ട് അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് വളരെ പെട്ടെന്നാണ് ഈ മകൾക്ക് വളരെ ഫ്രീ ആയി ഒരു സഹോദരൻ, അവർക്ക് അവരുടെ തന്നെ ഒരു കസിൻ, അവർക്ക് വീട് 8.5 സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും അവർക്ക് 10 ലക്ഷം രൂപയ്ക്കായിട്ട് നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, സ്വന്തം സഹോദരങ്ങൾ 1 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയെല്ലാം ഒരുപാട് വൈരാഗ്യത്തിലും സങ്കടത്തിലുമെല്ലാം ജീവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും കഥകളും നാം കേൾക്കുന്ന ഒരു ലോകത്താണ് 8.5 സെൻറ്റ് സ്ഥലം വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവർക്ക് നൽകിയത്. അനിത വളരെ ശക്തമായി പറയുന്നു, എൻ്റെ ഈശോ തന്നെയാണ് എനിക്ക് ഈ സ്ഥലവും വീടും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചതുകൊണ്ട് എനിക്ക് മേടിച്ചു തന്നത് എന്ന് ഈ മകളോട് ഏറ്റു പറയുകയാണ്. ഈശോ പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. സ്നേഹിതനേക്കാൾ ഒരു വലിയ സ്നേഹം, സ്നേഹിതന് വേണ്ടി നാം ജീവൻ ബലികഴിക്കാൻ തയ്യാറായ നാം എല്ലാവരും ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയെല്ലാം വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോഴാണ് ഈശോയ്ക്ക് നാം ഒരു ബോധ്യം കൊടുക്കുന്നത്, ഞാൻ അങ്ങയുടേതാണ്, എനിക്ക് മറ്റാരുമില്ല, അങ്ങയെ മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ. അവിടെയാണ് ഈശോ നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ എല്ലാ മധ്യസ്ഥതയും ഈശോ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു മകൾക്ക് ഒരു EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത്. കിട്ടാനായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം മൂലം ഓഫീസുകൾ പല പ്രാവശ്യം കയറിയിറങ്ങി വില്ലേജ് ഓഫീസറും മറ്റുള്ളവരും അത് റിജക്റ്റ് ചെയ്തതാണ്. ഉടമ്പടിയുടെ ബലത്തിലാണ് അനിത ബാബു പല പ്രാവശ്യവും ഓഫീസുകളിലേക്ക് കയറിയിറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് മകൾക്ക് +1 അഡ്മിഷൻ കിട്ടാനും EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായി എന്ന് വെച്ച് പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ആരെല്ലാം നമ്മെ കൈവിട്ടാലും ആരെല്ലാം നമ്മെ തിരസ്കരിച്ചാലും ഈശോ എന്ന വലിയ രക്ഷകൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഓരോ ജീവിത സാക്ഷ്യങ്ങളും ഇവിടെ ഏറ്റുപറയുകയാണ്.
നാം എപ്പോഴെല്ലാം ഈശോയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളെ ഏറ്റുപറയുകയും ദൈവവചനം നാം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉടമ്പടി കൃത്യമായി വിശ്വസ്തയോടുകൂടി പാലിക്കുവാനും ജീവിക്കുവാനും അത് ജീവിതക്രമമായി മാറ്റുവാനും നമുക്ക് സാധിക്കുന്നു. അതിന് നമുക്ക് സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യാം. അനിത ബാബുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത സങ്കടങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.